എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും. ഇത്തരത്തിൽ സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പുതിയ രീതി ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മ്യൂൾ അക്കൗണ്ട് എന്ന പേരിൽ അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് അതിലൂടെ തട്ടിപ്പ് നടത്തി നിരവധിയായ യുവതി യുവാക്കൾ ഇപ്പോൾ കബളിക്കപ്പെട്ട് ജയിലിലടക്കപ്പെടുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ സൈബർ പോലീസിന്റെ കേസുകളിൽ ഉൾപ്പെട്ട് നിരവധിയായ യുവതി യുവാക്കൾ ഇപ്പോൾ അവിടുത്തെ സ്റ്റേറ്റിലെ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ്. ഇത്തരത്തിൽ ഈ കുരുക്കിൽപ്പെടുന്ന യുവതി യുവാക്കളെ ഇത്തരത്തിൽ മറ്റു കേസുകൾ അതിൻ്റെ ഊരാക്കുരുക്ക് എന്ന് പറഞ്ഞാൽ നിയമക്കുരുക്ക് എന്ന് പറഞ്ഞാൽ വളരെ നീളുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതിന്റെ ചതി മനസ്സിലാകാതെ നിരവധിയായ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ യുവാക്കളും ഈ കെണിയിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ച് കുരുക്കിൽപ്പെടുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വയനാട്ടിൽ നിന്നടക്കം ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നാഗാലാൻഡ് പോലീസ് വന്ന് വയനാട് കമ്പളക്കാടിൽ നിന്ന് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അപ്പോൾ മാത്രമാണ് ഈ വീട്ടുകാർ പോലും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഈ സൈബർ തട്ടിപ്പിന്റെ അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഒരു ചർച്ചയുമായി പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വയനാട്ടിൽ നിന്നടക്കം നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ വിവിധ മേഖലയിൽ നിന്ന് ഇത്തരം നിരവധി കേസുകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ചതി? ഇതിന്റെ നാൾവഴികൾ എങ്ങനെയാണ് ഈ കുരുക്കിലേക്ക് യുവതി യുവാക്കളെ ആകർഷിക്കുന്നത് ഈ സംഘം? അതായത് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പുകാർ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇന്റർനെറ്റ്, അതുപോലെ അത്യാവശ്യം ചായ, അങ്ങനെയുള്ള ശരാശരി വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്കറ്റ് മണി, ആ പോക്കറ്റ് മണി ഇവർക്ക് നൽകിക്കൊണ്ട് ഇത്തരം ചതികളിലേക്ക് അവരെ വീഴ്ത്തുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വന്ന കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മുടെ വയനാട്ടിലെ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട കണ്ണികൾ ബന്ധപ്പെടുന്നത്, ഒരു മിഡിൽ ഏജന്റ് എന്ന് പറയുന്ന ടീംസ് ബന്ധപ്പെടുന്നത്. അതൊരു ചെയിൻ മോഡലാണ്. കൊടുവള്ളി, അതുപോലെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ അവരും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഈ കഴിഞ്ഞ ദിവസം നാഗാലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്ത ഇസ്മായിൽ എന്ന് പറയുന്ന 27-കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ, അവന് തട്ടുകടയിലൊക്കെ ജോലി ചെയ്ത് എന്താ പറയുക നിത്യവരുമാനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇസ്മായിലിന്റെ ബാക്ക്ഗ്രൗണ്ട് അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്താ പറയാ, ഇവനെ ഈ മിഡിൽ ഏജന്റ് ബന്ധപ്പെട്ട സമയത്ത് അപ്പോൾ ഒരു വരുമാനം, അതായത് ഒരു 5,000 രൂപ കയ്യിൽ കിട്ടുന്നു, ഒരുമിച്ച് കയ്യിൽ കിട്ടുന്നു, അല്ലെ 10,000 രൂപ ഒരുമിച്ച് കയ്യിൽ കിട്ടുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമാണ് ഇസ്മായിൽ ഈ മിഡിൽ ഏജന്റിന്റെ ചതിയിൽപ്പെടുന്നത്. പിന്നീടുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് ഇസ്മായിൽ ചിന്തിച്ചിട്ടില്ല. ഇത് വലിയ കേസാവുന്നോ, അല്ലെങ്കിൽ ഇത് രാജ്യദ്രോഹപരമായിട്ടുള്ള കേസ് വരെ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളെ കുറിച്ചിട്ടൊന്നും ഇസ്മായിൽ ധരിച്ചിട്ടില്ല. ഇസ്മായിൽ ഈ ചതിയിൽപ്പെടുന്നു. ഇസ്മായിലിന്റെ നിരവധി സുഹൃത്തുക്കളൊക്കെ ഇതേ വലയത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ ഇത് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചും, അതുപോലെ ജോലി അധികം ആവാത്ത, അല്ലെ ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവാക്കളെയൊക്കെ അവരെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പുകാർ എത്തുന്നത്. ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. അത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വാക്കാണ് ഇത് ഉപയോഗിക്കുന്നത്, മ്യൂൾ അക്കൗണ്ട് എന്ന്. എന്താണ് ഈ മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്? മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്ക് മ്യൂൾ അക്കൗണ്ട് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും സംശയം കാണും എന്താണ് മ്യൂൾ എന്നുള്ളത്. അപ്പം ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ അതിന്റെ വേർഡിന്റെ അർത്ഥം വരുന്നത് കോവർ കഴുത എന്നാണ്. അപ്പോൾ അത് നമുക്ക് എന്താക്കും, അതിന്റെ ഒരു വാക്കിന്റെ ഒരു അർത്ഥം മനസ്സിലായില്ല. അതായത് വിഡ്ഢികളാക്കി, അതായത് ഈ ചതിക്കപ്പെടുന്ന ഓരോ ഇരകളെ അവർ വിഡ്ഢികളായിക്കൊണ്ട് അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുകയാണ്. ഇതുപോലെ ഇത് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പൈസയൊന്നുമല്ല, ഒരുപാട് പണം, ലക്ഷക്കണക്കിന് പണം ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കമ്പളക്കാട് നിന്ന് നാഗാലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ അക്കൗണ്ടിൽ 12,68,000 രൂപയുടെ അടുത്തുണ്ടായിരുന്നു. അത്രയും പണം ഈ ഫ്രോഡ് പണം അതിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നില്ല, ഈ 5,000 രൂപക്കോ അല്ലെങ്കിൽ 10,000 രൂപക്കോ വേണ്ടി അക്കൗണ്ട് എടുക്കുന്ന സമയത്ത്, പിന്നെ അപ്പത്തെ ആവശ്യത്തിന് വേണ്ടി ആ പൈസ ഉപകാരപ്പെടുന്ന സമയത്ത് ഒന്നും നോക്കാതെ പാവപ്പെട്ടവർ ഇവർ കൊടുക്കുകയാണ്. ഇവരത് എന്താക്കുകയാണ്, പലതരത്തിൽ ഇത്തരം ഫ്രോഡ് മണികൾ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഈ പോലീസ് അറസ്റ്റ് വാറന്റോട് കൂടിയാണ് എവിടേക്ക് എത്തിയത്, വയനാട്ടിലേക്ക് എത്തിയത്. ഇവിടെ എത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് വീട്ടുകാർ പറയുന്നത്, എൻ്റെ മകൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിപ്പോൾ നാഗാലാൻഡിൽ റിമാൻഡിൽ കഴിയുകയാണ്, പോലീസിന്റെ റിമാൻഡിൽ കഴിയുകയാണ്. അപ്പോൾ ഇവർക്ക് അവിടെ പോകാനോ അതിനുള്ള പണം ചെലവാക്കാനോ അവരെ പുറത്തിറക്കാനോ അത്തരം സാഹചര്യങ്ങളൊക്കെ പണം കണ്ടെത്താൻ കഴിയാതെ കുടുംബങ്ങൾ കഷ്ടപ്പെടുകയാണ്. പക്ഷെ കേസല്ലാതെ വേറെ വഴിയില്ല. അത് അതിന്റെ രീതി തന്നെ നടന്നു പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള യുവാക്കൾ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ പൈസ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് ബാങ്ക് അക്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ
നമ്മൾ ബാങ്ക് കൊടുക്കുന്ന നമ്മളെ പണമിടപാടുകൾക്കും ലോൺ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടുകളാണ് ബാങ്ക് സർവ്വസാധാരണമായിട്ട്. അത്തരം ബാങ്ക് അക്കൗണ്ടുകൾ വേറെ ആൾ ചോദിക്കുന്ന സമയത്ത് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. അത് ഒരിക്കലും നമ്മൾ അറിയാത്ത ആൾക്കാരായിരിക്കും. അറിയുന്ന ആൾക്കാർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കുമല്ലോ, എന്തിനാണ് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ചോദിക്കുമല്ലോ. പക്ഷേ ഒരു 5000 രൂപ തരാം, അവർ ബാങ്ക് അക്കൗണ്ട് തരുമോ? അതുമാത്രമല്ല ATM കാർഡും സിം കാർഡും ഇവരെന്താക്കുന്നുണ്ട്, കൈക്കലാക്കുന്നുണ്ട്. അപ്പോൾ OTP വരാനും ആ OTPയിലൂടെ എന്താക്കും, ഇവർക്ക് ഈ പണം പിൻവലിക്കാനും അത് കൈമാറാനും ATM വഴി പണം പിൻവലിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ചോദിച്ചു വരുന്ന ആൾക്കാരെ പറ്റി എന്ത് വിവരം കിട്ടുവാണെങ്കിൽ, വിവരമല്ല അവർ ചോദിച്ചു വരുവാണെങ്കിൽ അത് വയനാട് സൈബർ പോലീസിനെ അറിയിക്കൊണ്ട് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഇതൊരു ഒരു ചെയിൻ ഒരു കണ്ണി പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് കൂടുതൽ ഈ കോളേജിൽ പഠിക്കുന്ന യുവാക്കളും അല്ലെങ്കിൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നും അത്രയും ചിന്തിക്കില്ല. ഒരു 5000 രൂപ കിട്ടിയല്ലോ, വണ്ടിയിൽ പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വസ്ത്രം മേടിക്കാനോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടിയല്ലോ, ആ ഒരു ആശ്വാസം അവരിൽ കാണും. ആ ആശ്വാസം കിട്ടുന്ന സംഭവം ഇവർ മുതലെടുക്കണം, ഈ കണ്ണികൾ മുതലെടുക്കണം. എന്നിട്ട് അവരെന്താക്കണം, ഇവരത്ത് പൈസ മേടിച്ചിട്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് ക്രൈമിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പക്ഷെ അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ വ്യക്തി ഇനി എങ്ങനെയാണ് അവിടുന്ന് പുറത്തിറക്കി വരാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ അത് നാഗാലാൻഡിൽ പോകണം, അവിടെ പോയി അന്വേഷിക്കണം, കേസ് നടത്തണം, വക്കീലിന് പൈസ കൊടുക്കണം, അങ്ങനെ പലതരത്തിലുള്ള ചിലവുകൾ ഇവിടെ വഹിക്കേണ്ടി വരും. അത്തരത്തിൽ പ്രാപ്തി ഇല്ലാത്തൊരു കുടുംബമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്ടുപോകും. ആ പെട്ടുന്ന സമയത്ത് ആ കുടുംബം പിന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ അവരെന്താകും, അവരിങ്ങനെ വേവലാതിപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ പോലീസുകാർക്കോ സൈബർ പോലീസോ ഒന്നും ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാകും. കാരണം മറ്റൊരു സ്റ്റേറ്റിലാണ് ഇത് നടക്കുന്നത്. ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ചിലപ്പോൾ വീട്ടുകാരെ അറിയിക്കാൻ പറ്റിയിരിക്കും. മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അവർ പിന്നെ കുടുംബം അടക്കം പോവുക. ഇതിലിപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ വളരെ ശക്തമാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഇതിനെ ഈ കണ്ണികളായി ചേർക്കുന്നത്, അതായത് ഈ അക്കൗണ്ടുകൾ കണ്ടെത്താൻ ചിലപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരു പിന്തുണ ഇവർക്ക് ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് ഇവർ നേടിയെടുക്കുന്നത്? ഇത് തികച്ചും ഇതിന്റെ അന്വേഷണത്തിൽ കൃത്യമായി ഇതിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ഇതിൽ കണ്ണികൾ, അതായത് ഈ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകളെ എന്തായാലും കണ്ടെത്താൻ സാധിക്കുമല്ലോ. അതായത് കഴിഞ്ഞ ദിവസം മുന്നേ നാഗാലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്ത ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി, അവൻ ഇതിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളാണ്. അതായത് ഇവൻ ഈ ചെയിനിന്റെ ഏറ്റവും അവസാന ആ ഭാഗത്തുള്ള ആളാണ് ഇവൻ. ഇതിന് മുകളിൽ ഒരു മിഡിൽ ഏജന്റ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഏറ്റവും ഈ അവസാന ഭാഗത്തുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് 3000, 5000, 10000 രൂപക്ക് താഴെ ഒറ്റത്തവണയുള്ള പേയ്മെന്റ് മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന് മുകളിലുള്ള മിഡിൽ ഏജന്റ് എന്ന് പറയുന്ന, അതും എന്താ പറയാ, ബാംഗ്ലൂരിലുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അവർക്ക് ഇതിൽ കിട്ടുന്നത് 25,000 രൂപ വരെയൊക്കെയാണ്. 25,000 മുതൽ 50,000 രൂപ വരെയൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു തരത്തിലുള്ള ഒരു കമ്മീഷൻ വ്യവസ്ഥയും കൂടിയുണ്ട്. അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് ഞാനാണ് ആ ഫ്രോഡ് അക്കൗണ്ട് നിയന്ത്രിക്കുന്നതെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന 1,00,000 രൂപയുടെ ട്രാൻസാക്ഷന് എനിക്ക് 3,000 രൂപ കമ്മീഷൻ. എൻ്റെ അക്കൗണ്ടിലേക്ക് അത് 10 ലക്ഷം ആണെങ്കിൽ എനിക്ക് 30,000 രൂപ കമ്മീഷൻ. ആ വ്യവസ്ഥയിലും ഇതേപോലെയുള്ള കമ്മീഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഏജന്റ് എന്ന് പറയുന്ന സംഭവം, ഒരു ഏജന്റ് ഉണ്ടാകും, അതിന് തൊട്ട് താഴെ മിഡിൽ ഏജന്റ് ഉണ്ടാകും. ഏറ്റവും പ്രോപ്പർ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളാണ് ഈ വഞ്ചിക്കപ്പെടുന്ന ആളുകൾ. പക്ഷെ ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് വരികയാണെങ്കിൽ ഈ എന്താ പറയാ, താഴെ തട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ ബാധിക്കുള്ളൂ. മിഡിൽ ഏജന്റ് ആയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട് ഇവർക്ക് കൈമാറുന്നില്ല, ഏജന്റ് ആയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട് ഇവർക്ക് കൈമാറുന്നില്ല. ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള കൂലിവേല ചെയ്യുന്ന, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് ബാധിക്കുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കമ്പളക്കാട് ഇതേ കേസിൽ, അതായത് ഈ മൂൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 6 കേസുകളാണ് ഉള്ളത് കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം. അതിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ആളെ നാഗാലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്തു പോയി. അവന്റെ ഒരു അയൽവാസി തന്നെ, അവന്റെ ഒരു നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്പൊ നിലവിൽ ഡെറാഡൂൺ പോലീസ് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും അറസ്റ്റിലാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ കമ്പളക്കാട് സ്റ്റേഷൻ പരിധിയിൽ തന്നെ സെൽമത്തി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, അവര് വിഡോയാണെന്നാണ് പറയുന്നത്. അവർക്കും ഇതേപോലെ ലക്നോ പോലീസ്, അതായത് ലക്നോ പോലീസ് സൈബർ പോലീസ് ഇവർക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്പളക്കാട് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരുടെ സഹോദരനാണ്, അതായത് സെൽമത്തി എന്ന് പറയുന്ന വീട്ടമ്മയുടെ സഹോദരനാണ് ഈ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സഹോദരനാണ് ഈ അക്കൗണ്ട് കൈമാറ്റം ചെയ്തത് എന്ന് പറയുന്നു. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അക്കൗണ്ട്, നമ്മളുടെ മക്കള്, നമ്മളുടെ സഹോദരങ്ങള് ഇതേപോലെയുള്ള ഈ ഫേക്ക് ഫ്രോഡ് അറ്റംപ്റ്റ് നടത്തുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തുന്നതിലൂടെ നമ്മൾ പോലും അറിയാതെ, അതായത് നമ്മളുടെ ഫോണിലെ OTP ആണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അക്കൗണ്ട് മറ്റു ഫ്രോഡ് ഫേക്ക് അറ്റംപ്റ്റ് നടത്തുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. പോലീസ് കേസ് വരുമ്പോൾ മാത്രം നമ്മൾ പ്രതിയാകുന്നു. ഏറ്റവും അവസാന തലത്തിലാണ് നമ്മൾ ഇതൊക്കെ അറിയപ്പെടുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇത് ഈ വലിയൊരു ചതിയാണ്. ഈ ചതിയിൽ നമ്മളുടെ മക്കൾ പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷിക്കുക. കേവലം 2000-നും 3000-നും നമ്മൾ വില കൊടുക്കേണ്ടത് നമ്മളുടെ ഭാവിയാണ്. വർഷങ്ങളുടെ ജയിൽവാസമൊക്കെ ആയിരിക്കും നമ്മൾ അനുഭവിക്കാൻ പോവുക. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഏതായാലും കേരളത്തിന് പുറത്താണ് ഈ കേസുകളൊക്കെ ഉണ്ടാകുന്നത്. അവിടുത്തെ സ്റ്റേറ്റിലെ കാര്യങ്ങൾ, അവിടുത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ അറസ്റ്റായി പോകുന്നവർ ഇപ്പോൾ നാഗാലാൻഡ്, മറ്റേ ലക്നൗ അടക്കമുള്ള സംസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ കേസ് നടപടികളായി മുന്നോട്ട് പോകണം. വലിയൊരു സാമ്പത്തിക ചെലവ് വരുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കേസുകൾ യുവതിയുവാക്കൾ അകപ്പെടുന്നു, വിദ്യാർത്ഥികൾ അകപ്പെടുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ബോധവൽക്കരണമാണ് ഇനി പോലീസ് നൽകേണ്ടത്? കാരണം കൃത്യമായ ഒരു ബോധവൽക്കരണം നൽകണമല്ലോ. അതിന് പോലീസ് നൽകേണ്ട ഒരു നിയമോപദേശം അല്ല സഹായങ്ങൾ ഏത് തരത്തിലാണ് നൽകേണ്ടത് ഈ വിഷയത്തിൽ? ഇത് ഇപ്പോൾ നമ്മുടെ ജില്ലാ തലത്തിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും പോലീസ്, സൈബർ പോലീസും ജില്ലാ പോലീസും കുട്ടികളിലൊക്കെ അവബോധം നടത്തിയിരുന്നു, മുൻപ് നടത്തി ക്ലാസ്സിലൊക്കെ കൊടുത്തിരുന്നു. ഇത് മാത്രമല്ല, മ്യൂൾ അക്കൗണ്ടുകൾ മാത്രമല്ല, അതിനു പുറമെ ലിങ്കുകൾ വരുന്നതും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകളെല്ലാം കേൾക്കുന്നതാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഓൺലൈനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പറ്റിയിട്ട് ഈ സൈബർ പോലീസും നിരന്തരമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും പേഴ്സണലായിട്ടും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൂടെ മൊത്തത്തിൽ ഈ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അവബോധം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് സംഭവിക്കുമോ? നമുക്കൊന്നും സംഭവിക്കില്ല, നമ്മളൊക്കെ എല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ആ ചിന്ത നമ്മുടെ കൂട്ടുകാരന്റെ പേരിലേക്കും അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ പേരിലേക്കും ചിലപ്പോൾ ഒരു ലിങ്ക് വരിക, നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോകുന്ന എന്താ സംഭവിക്കുന്നത് അത് പിന്നെ അറിയുന്നില്ല. ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ഒരൊറ്റ ക്ലിക്കിൽ ഒന്നും കാണിക്കില്ല, ഒന്നും തുറന്നു വരില്ല, ആ ക്ലിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പുറത്ത് വേറെ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അടുത്ത് നമുക്ക് അറിയാവുന്നവരൊക്കെ അങ്ങനെ സംഭവിച്ചു. ടെലഗ്രാമിൽ ഒരു ലിങ്ക് വന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ മറ്റുള്ള ടെലഗ്രാമിൽ അവരെ കോൺടാക്റ്റുകളുടെ ലിസ്റ്റിലെ ആൾക്കാർക്ക് പല മെസ്സേജുകളും പോയി. അത് പിന്നീട് വിളിച്ച് പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എന്താണ് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ ആൾ ഞെട്ടിപ്പോവാണ്, എന്ത് സംഭവിച്ചു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഒരു ലിങ്ക് എനിക്ക് ഇങ്ങനെ വന്നിരുന്നു. ആ ലിങ്ക് വരുന്നത് വേറൊരു ഫ്രണ്ടിന്റെ പേരിലായിരിക്കും. നമ്മളെ വളരെ അടുത്തറിയുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്തു പോകും. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ മുൻപ് പരിചയമില്ലാത്ത ഒരു ലിങ്കിന്റെ ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ചൂരൽമല സ്വദേശിനിക്ക് ഒരു പൈസ നഷ്ടപ്പെട്ട വിവരം അല്ല വാർത്തകളെല്ലാം കണ്ടു വിചാരിക്കുന്നു. അതൊരു ഒരു ഒരു കേന്ദ്ര പദ്ധതിയുടെ പേരിൽ വന്ന ഒരു ലിങ്ക് ആയിരുന്നു. ആ പാവം ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത്. 1,00,000 മുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. അത്രയും രൂപ ഈ ഒറ്റ ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ ഫ്രോഡ് അവർ എടുത്തുകൊണ്ട് പോയി. അതിനിപ്പം എവിടെയാണ്, എന്താണ്, എങ്ങനെ കിട്ടുമെന്ന് ഒരു വിവരവും ഇല്ല. അത് കിട്ടുമെന്നറിയില്ല. ആ ചികിത്സയ്ക്ക് വെച്ച പണം മുഴുവനായിട്ടും പോയി. അപ്പൊ അത്തരത്തിൽ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ ആദ്യമായിട്ട് സൈബർ പോലീസ് ഇവർക്ക് വേണ്ട അവബോധം കൊടുക്കുക, അത് ചെയ്തു വരുന്നുണ്ട്, അവർ എല്ലാ തരത്തിലും ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അവരുടെ പേജുകളും ഫോളോ ചെയ്യുകയാണെങ്കിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, വാട്സപ്പിൽ ഫോളോ ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറ്റും, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ നിരന്തരമായിട്ട് ഇത്തരത്തിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരതും അനുഭവിച്ച ആൾക്കാരതും അവരുടെയൊക്കെ ഇത് വെച്ചിട്ട് അവർ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ഇത്തരത്തിൽ ലിങ്ക് ഉപയോഗിക്കരുത് എന്നും എത്രത്തോളം അവബോധം നമുക്ക് നൽകാൻ പറ്റുന്ന വിവരമൊക്കെ നമുക്ക് ലഭിക്കാൻ പറ്റും. പിന്നെ ഇതിപ്പം നമ്മുടെ വയനാട് ജില്ലയിൽ മാത്രത്തെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് 70 കേസുകൾ വയനാട് സൈബർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് ഈ മ്യൂൾ അക്കൗണ്ട് മാത്രമല്ല, മൊത്തത്തിൽ സൈബർ കേസുമായി ബന്ധപ്പെട്ട് 70 നിലവിൽ അന്വേഷിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 100 കണക്കിന് മ്യൂൾ അക്കൗണ്ടുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പ്രതികളായി വരുന്നത് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞാൽ വിട്ടത് ഇതര സംസ്ഥാനക്കാരാണ്. അപ്പം വയനാട് ജില്ലാ സൈബർ പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പാവങ്ങളായ ജനങ്ങളാണ്, നാട്ടുകാരാണ്. അവര് പറയും, ഞങ്ങൾ സാധനം വന്നപ്പം അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, നമ്മൾ അവർക്ക് എന്താക്കി അക്കൗണ്ട് ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് ചെറിയ തുകയും തന്നു. പക്ഷെ നടപടി സ്വീകരിക്കാൻ വഴിയില്ല, കാരണം ഇവരുടെ പേരിലാണല്ലോ ഒഫീഷ്യലായിട്ട് ഇതിന്റെ അക്കൗണ്ടൊക്കെ ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ഇവിടുന്ന് പോകുന്ന പോലീസിനും ചില ബോധ്യമുള്ള കാര്യമായിരിക്കും എന്ത്, അവിടെ ഇവർ പാവങ്ങളാണ്, ഇവരെല്ലാം ചെയ്തതുള്ളത്. അതൊരു പരിധി വരും കേട്ടോ, 100% പറയുന്നില്ല. ചിലവർ ഇത്തരത്തിലുള്ള അവസരം ഉപയോഗിക്കുന്നുണ്ടാവും, ഞാൻ എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നവരുണ്ടാവും. നമ്മൾ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ഒരു പരിധി വരെ ഇത്തരത്തിൽ ചതിക്കപ്പെടുന്ന ആൾക്കാരാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇത്തരം അവബോധത്തിന്റെ കാര്യത്തിൽ കൂടുതൽ നമ്മൾ എന്താക്കേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ, അതായത് ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള പ്രായം നമുക്ക് തികയുമല്ലോ, ആ പ്രായം തികയുന്ന മുതലുള്ള കുട്ടികളിലേക്ക് ഇത്തരം അവബോധം നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കേസുകൾ വരും. അത് നമ്മളെ കുടുംബത്തെ ബാധിക്കും, അവരെ വ്യക്തിത്വത്തെ ബാധിക്കും.
അങ്ങനെ എല്ലാ തരത്തിലും അവരെ ബാധിച്ച് അത് ചിലപ്പോൾ ഒരു ട്രോമയിലേക്ക് തന്നെ ചില കുട്ടികൾക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ, പോലീസിന്റെയും സൈബർ പോലീസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ട് അവർ തരുന്ന ഇൻഫർമേഷൻ നിരന്തരം എന്താക്കണം, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു പണി കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിൽ മലപ്പുറത്ത് 6000, അതോടൊപ്പം എറണാകുളത്ത് 4000, അങ്ങനെ തുടങ്ങി നിരവധിയായ കേസുകൾ സംസ്ഥാനത്ത് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെടാതെ ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മുടെ അക്കൗണ്ടുകൾ മറ്റൊരാൾക്ക് കൈമാറുന്ന ആ പ്രവണത യുവതി യുവാക്കൾ ഉപേക്ഷിക്കുക. ചെറിയ സാമ്പത്തികം മാത്രമേ നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാകൂ, മറിച്ച് ഒരിക്കലും അഴിയാത്ത നിയമക്കുരുക്കുകളിലേക്കാണ് നാം പെടുക. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പോക്കറ്റ് മണിക്കായി നമ്മുടെ മക്കൾ ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. മാതാപിതാക്കൾ കൃത്യമായി ഇത് ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ പോലീസിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഒരു തലമുറ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് വിധേയമാകാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ.